കാലത്തിൻ്റെ ചുവരെഴുത്ത് നേരത്തെ വായിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി. ഇന്ത്യ ഒരു യുവാക്കളുടെ രാജ്യമാണ്. മറ്റ് പല രാജ്യങ്ങളും വാർദ്ധക്യമുള്ള ജനങ്ങൾ കൂടി വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് യുവാക്കൾ ആണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. അപ്പോൾ ഒരു തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ ഒരു യുവാവ് 44 വയസ്സുള്ള ഒരാൾ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാകുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ പുതിയ തലമുറയുടെ ആവശ്യങ്ങൾ, അവരുടെ വിചാരങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു 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 ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു നേതാവിനെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ബി ജെ പിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. പാരമ്പര്യങ്ങളുടെ കെട്ടുകാഴ്ചകളൊന്നും അല്ലെങ്കിൽ പിന്നെ കുലമഹിമയും അതുപോലെ എന്താ പറയുക കുടുംബവാഴ്ചയൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് ബി ജെ പി. എല്ലാ കാലത്തും ജനാധിപത്യപരമായി ജനസംഘത്തിൻ്റെ കാലം മുതൽക്ക് തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു കൃത്യമായ സമയപരിധിക്കുള്ളിൽ പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ ദേശീയ തലം വരെയുള്ള ഒരു സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കും. ഇത്തവണ ഒരു വർഷം നീണ്ടുനിന്ന വലിയ ഒരു സംഘടനാ പർവ്വം, ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. എല്ലാ ബൂത്തുകളിലും പുതിയ അധ്യക്ഷന്മാർ വന്നു, എല്ലാ മണ്ഡലങ്ങളിലും പുതിയ അധ്യക്ഷന്മാർ വന്നു, എല്ലാ ജില്ലകളിലും പുതിയ അധ്യക്ഷന്മാർ വന്നു, എല്ലാ സംസ്ഥാനങ്ങളിലും പുതിയ അധ്യക്ഷന്മാർ വന്നു. ഇപ്പോൾ കേന്ദ്രത്തിലും പുതിയ അധ്യക്ഷൻ വന്നിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരിൽ എത്തിക്കാനുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് ബി ജെ പി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീമാൻ ജെ പി നഡ്ഡയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയങ്ങളാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ബി ജെ പി അവർക്ക് ജനങ്ങൾക്ക് പിന്തുണ കിട്ടിക്കൊണ്ടിരുന്നത്. മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളും 1-2 തിരഞ്ഞെടുപ്പുകൾ ഒഴിച്ച് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി വിജയം നേടി. ബി ജെ പിക്ക് റീജിയണലി അല്ലെങ്കിൽ ഭൗഗോളികമായിട്ട് പിന്നെ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ബി ജെ പി ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടുന്നു. പ്രത്യേകിച്ച് തെക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ബാലികറാമലയാണെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഭരിക്കാൻ ജനങ്ങൾ ബി ജെ പിയെ തിരഞ്ഞെടുക്കുന്നു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് അൺടച്ചബിൾ അല്ല എന്നുള്ള ഫീലിംഗ് ജനങ്ങൾക്കിടയിൽ വരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 25 തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയിൽ വിശ്വാസം അർപ്പിക്കുന്നു. അവരെ വിജയിപ്പിക്കേണ്ടതാണെന്നുള്ള ഒരു രീതിയിൽ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മളതാണ് കണ്ടത്. 2 മാസം കഴിയുമ്പോൾ നടക്കുന്ന 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഇന്നലെ അധ്യക്ഷനായി ഇന്ന് ചുമതലയേൽക്കുന്ന നിതിൻ നബിൻ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടും ചർച്ച ചെയ്തത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ആകെക്കൂടി വളരെ ഊഷ്മളമായിട്ടുള്ള ആവേശജനകമായിട്ടുള്ള പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എനർജി, ഒരു ഊർജം സാധാരണ പ്രവർത്തകർക്കും ജനങ്ങൾക്കും നൽകുന്ന ഒരു നേതൃത്വമാണ് പുതിയ ബി ജെ പി അധ്യക്ഷനെ കണ്ടെത്തിയതിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് വലിയ പ്രതീക്ഷയാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകർക്ക് അധികാരത്തിൻ്റെ അവസരങ്ങൾ കിട്ടാത്ത സംസ്ഥാനങ്ങളിൽ അടക്കമുള്ള പ്രവർത്തകർക്ക് നൽകുന്നത്. പുതിയ നേതൃത്വത്തിന് മുൻപിലുള്ള ഏറ്റവും ആദ്യത്തെ കടമ്പ എന്നുള്ളത് കേരളവും തമിഴ്നാടും ബംഗാളും അസ്സാമും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ കേരളത്തിൽ ഉൾപ്പെടെ ദേശീയ നേതൃത്വം നൽകുന്ന നിർദ്ദേശങ്ങൾ എത്തരത്തിലായിരിക്കും? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തയ്യാറെടുപ്പുകൾ? കേരളം ഒരു വളരെ ഹിസ്റ്റോറിക്കലി തന്നെ ഒരു ടഫ് സ്റ്റേറ്റാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ഐഡിയോളജിക്കലി ക്രിട്ടിക്കൽ സ്റ്റേറ്റാണ് ഇത്. ആശയപരമായിട്ടുള്ള വലിയൊരു പോരാട്ടം നടക്കുന്ന സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല ഒരു പകുതിയിലേറെ ജനസംഖ്യയുടെ പിന്തുണയുള്ളൊരു സ്റ്റേറ്റാണ്. ലെഫ്റ്റും അതിൻ്റെ അതിതീവ്ര ചിന്താഗതിക്കാരും ഒരു വശത്ത്, അവരും മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ബുദ്ധികേന്ദ്രമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു 6 പതിറ്റാണ്ടായിട്ടുള്ള വലിയ പോരാട്ടം നടന്നിട്ടുള്ള ശ്രദ്ധേയമായൊരു സംസ്ഥാനമാണ്. ആദ്യമൊക്കെ ബി ജെ പി അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കുറച്ച് കേഡറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ കഠിനാധ്വാനം ചെയ്തു. ഇപ്പോൾ ഒരു മാസ് പാർട്ടിയായിട്ട് ബി ജെ പി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 20% വോട്ട് ഷെയറിൻ്റെ ഒരു അടിത്തറ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നേരത്തെ അമിത്ഷാജിയൊക്കെ സൂചിപ്പിച്ചതുപോലെ 20% വോട്ട് ഷെയർ ഒരു സംസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ വളർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വേഗത്തിലായിരിക്കും. അങ്ങനെ ഒരു വേഗത്തിൽ കേരളത്തിൽ വളരാൻ പറ്റിയൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പുതിയ നേതൃത്വം കേരളത്തിലെ പ്രവർത്തകരിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ചവിട്ടുപടിയായിരിക്കുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നല്ല മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര നേതൃത്വം ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. മാർഗ്ഗനിർദ്ദേശം അതാത് സമയങ്ങളിൽ 23-ാം തീയതി പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് വരികയാണ്. നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നമ്മുടെ അനന്തപുരിയിൽ വരും. അത് യാഥാർത്ഥ്യമാവുമാണ് മറ്റന്നാൾ. അത് അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ഒരു ഒഫീഷ്യൽ ക്യാമ്പയിൻ ലോഞ്ച് തന്നെ ആയിരിക്കും. അതിനുശേഷം വിപുലമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലെ
പോരായ്മകൾ, അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലെല്ലാം ഒരു പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണം അടുത്ത ഒരു മാസം 1.5 മാസം നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ഔദ്യോഗികമായിട്ടുള്ള തുടക്കമായിരിക്കും മോദിജിയുടെ 23-ൻ്റെ വരവ്. അപ്പം മറ്റൊരു കാര്യം, ഇപ്പോൾ സൂചിപ്പിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിർണായക നടപടി ഉണ്ടായിരിക്കുകയാണ്. ഈ കേസിലെ പ്രതികളുടെ വീടുകളിൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമായി എല്ലാം തന്നെ ED റെയ്ഡ് നടത്തുന്നുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും SIT അന്വേഷണം തൃപ്തികരമല്ലെന്ന് ഹൈക്കോടതി തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കേന്ദ്ര അന്വേഷണത്തിന് മാത്രമേ ഇതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്താൻ സാധിക്കൂ എന്നുള്ള ഒരു വിശ്വാസമാണ് മൊത്തത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. ED അന്വേഷണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സർവത്ര അവർ പരിശ്രമിച്ചു. റാന്നി കോടതിയിലും കൊല്ലം കോടതിയിലുമെല്ലാം FIR ചോദിച്ചു, ESIR ചോദിച്ചിട്ട് പോലും അവർ തന്നില്ല. പക്ഷേ അവസാനം നിയമ നടപടികളിലൂടെ അവർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിലെ സാമ്പത്തിക തട്ടിപ്പുകൾ മാത്രമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഗൂഢാലോചന, അതുപോലെ പിന്നെ ഫ്രോഡ്, ഇതെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് CBI വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ ഹൈക്കോടതിയിലും അതനുസരിച്ച് മൂവ് ചെയ്തിട്ടുണ്ട്. CBI അന്വേഷണം വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. CBI അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ അന്തർദേശീയ മാനങ്ങൾ, ഇതിനെ ഇപ്പോൾ കണ്ടത് സ്വർണ്ണപ്പാളി മുഴുവൻ കൊണ്ടുപോയി മാറ്റിയെന്നാണ്. അപ്പോൾ ഇതൊരു പുരാവസ്തുവായിട്ടാണ് അവിടെ വിപണനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് സോണിയാഗാന്ധിയുടെ അടുത്ത ബന്ധുക്കൾക്ക് അതിൽ പിന്നെ ബന്ധമുണ്ട്. അവർക്ക് ഇറ്റലിയിലുള്ള ഇത്തരം സ്ഥാപനങ്ങളിലാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടത്. തുടങ്ങിയിട്ടുള്ള വലിയ രാജ്യത്ത് തന്നെ കൊള്ളക്കൊണ്ടാക്കാൻ പോകുന്ന പല കാര്യങ്ങളുണ്ട് ആ കേസിൽ. അതുകൊണ്ട് നമ്മൾ ഒരു CBI അന്വേഷണം വേണം എന്നുള്ള ജനങ്ങളുടെ, വിശ്വാസികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരുടെയും പ്രതീക്ഷ ഉടനെ അതിനുള്ള പിന്നെ അവസരം ഉണ്ടാവും, ഒരു CBI കൂടി അന്വേഷിക്കുമെന്നുള്ളതാണ്. ആ നിലയിൽ ഇത് പോകണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത്രയധികം വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ടാണ് ശബരിമലയിൽ ഇത്തരം ഒരു സംഭവം, അതൊരു മാസ്റ്റർ പ്ലാനായി നടന്നാണെന്ന് തന്നെയല്ലേ കരുതുന്നത്. കാരണം ഒരു തന്ത്രി വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡിൽ ഒരാളും പ്രസിഡന്റ് മാത്രം വിചാരിച്ചാലോ നടക്കാവുന്ന ഒരു കാര്യമാണോ ശബരിമലയിൽ നടന്നിട്ടുള്ളത്? SIT തന്നെ ഇന്നലെ പറഞ്ഞിരിക്കുകയല്ലേ ഗത്യന്തരമില്ലാതെ. കഴിഞ്ഞ 30 വർഷമായിട്ട് ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണമെന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് തുടർച്ചയായിട്ട് LDF UDF ഗവൺമെൻറ്റുകൾ ദേവസ്വം കൊള്ള ലോകത്തൊരു സ്ഥലത്തും ഇല്ലാത്ത തരത്തിലുള്ള വിശ്വാസികളുടെ പണമെടുത്തും സമ്പത്തും എടുത്തും കൊള്ളയടിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇത് ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല, വേരുകൾ അന്വേഷിച്ച് പോകുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പല മഹാക്ഷേത്രങ്ങളിലെയും സ്വർണവും വൈരവും രത്നങ്ങളും അമൂല്യമായിട്ടുള്ള വിഗ്രഹങ്ങളും എല്ലാം കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കൃത്യമായ സൂചനയാണ് SITക്ക് പോലും ലഭിച്ചിരിക്കുന്നത്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു CBI അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൻ്റെ കള്ളക്കളികൾ പുറത്തു വരികയുള്ളൂ. BJP എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? അല്ല, ഞങ്ങളിപ്പോൾ ഫീൽഡിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ട് വലിയ ക്യാമ്പയിൻ ഞങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം അത്തരം പ്രചാരണങ്ങൾ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും.